അല്പസമയം മുമ്പ് ഈ SSLC +2 പരീക്ഷാ തീയതികൾ പ്രഖ്യാപിക്കാൻ വേണ്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്തൊക്കെയോ തീരുമാനം എന്ന് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിതാ മന്ത്രിസഭാ യോഗത്തിലേക്ക് പോവുകയാണ്, അപ്പോൾ അവിടെയായിരിക്കും ചിലപ്പോൾ തീരുമാനങ്ങളൊക്കെ വരിക എന്ന ഒരു മറുപടിയാണ് നൽകിയത്. PM ശ്രീ പദ്ധതി മരവിപ്പിക്കുന്ന വിഷയം തനിക്ക് അറിയില്ല എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. ആ പ്രതികരണം ഒന്ന് വേഗത്തിൽ. എനിക്കറിയില്ല, ക്യാബിനറ്റ് കൂടാൻ പോണേ ഉള്ളൂ. 3:30 മണിക്ക് ക്യാബിനറ്റ് കൂടാൻ പോകുന്നേ ഉള്ളൂ. സർക്കാരിന്റെ തീരുമാനം അപ്പോഴേ അറിയാൻ വേണ്ടി പറ്റും. ഞാൻ രാജ്യ മന്ത്രിയായിട്ടിപ്പോൾ ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നു, പട്ടയം കൊടുക്കുന്ന സ്ഥലം ഒന്നും പറഞ്ഞില്ല. അവിടെ എന്റെ അടുത്തിരുന്നപ്പോൾ പിണക്കം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയില്ല. പ്രശാന്ത് കൂടി ചേർന്നുണ്ട്. ശാലിനി ദയവായി തുടരുക. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ നമുക്ക് വളരെ അപ്ഡേറ്റ്സ് നമുക്ക് പെട്ടെന്ന് വേണ്ടി വരും. ഞാനൊന്ന് വേഗത്തിൽ പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, എന്താ ചിരി? തൊട്ടടുത്ത് രാജൻ മന്ത്രി ഇരുന്നു, എനിക്ക് പിണക്കമൊന്നും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ ചിരിക്കുകയാണ്. ഇത് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ, കുട്ടികളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഇത് അങ്ങേയറ്റം രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു പ്രവണത. പ്രധാനമന്ത്രിയുടെ പേരൊക്കെ കേട്ടാൽ എന്തിനാണ് ഈ ബിനോയ് വിശ്വമൊക്കെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതൊരു വശത്ത് നിൽക്കട്ടെ, പക്ഷെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഒഴിവാക്കേണ്ട ഒരു രാഷ്ട്രീയ വിഷയമാണോ ഇത്? തീർച്ചയായും അത് തന്നെയാണ് ചോദ്യമായി ഉയരുന്നത്. PM ശ്രീയിൽ ഇന്ന് നടന്ന നാടകങ്ങൾ, ഇന്ന് നടന്ന ചർച്ചകൾ, നാടകങ്ങളെല്ലാം വളരെ സംഭവ ബഹുലമായ നാടകങ്ങളാണ്. ഇന്ന് MN സ്മാരകവും അതോടൊപ്പം തന്നെ AKE സെന്ററും കേന്ദ്രീകരിച്ച് നടന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ വിഷയത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അതായത് PM ശ്രീ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇതിൽ നിന്ന് പിന്മാറിയോ, അല്ലെങ്കിൽ ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറിയോ, ധാരണാപത്രം എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നൊരു സമീപനം, അതായത് ഒരിക്കലും വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ഈ വിഷയത്തിൽ തനിക്ക് നിലവിൽ പ്രതികരിക്കാൻ കഴിയില്ല, തനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ഇത് ഇനി മന്ത്രിസഭാ തലത്തിലുള്ള ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഇനി മന്ത്രിസഭാ യോഗം നടക്കാൻ പോവുകയാണ്, അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ താൻ പ്രതികരിക്കില്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം, ഒരു സമീപനമാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നമുക്കറിയാം, ആദ്യം തുടക്കത്തിൽ V ശിവൻകുട്ടി പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് ഈ CPIയുടെ പ്രതിഷേധം വരുമ്പോൾ, അല്ലെങ്കിൽ CPIയുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരായിട്ട് പിന്നോട്ട് പോകുന്നൊരു സമീപനമാണ് ഉണ്ടായത്. അത് ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, PM ശ്രീ പദ്ധതിയെ പോലെ ഒരു പദ്ധതി അത് സംസ്ഥാനത്തേക്ക് വരുമ്പോൾ, അതായത് രാജ്യത്ത് നടപ്പിലാക്കി വിജയിച്ചൊരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുകയും അത് വലിയ രീതിയിൽ അത് വിജയം കൈവരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ നോർത്ത് ഇന്ത്യയിലടക്കം ഉള്ള ഉത്തര ഇന്ത്യയിലടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ അത് വലിയ രീതിയിൽ മുന്നേറുന്ന ഒരു സാഹചര്യവും എല്ലാം ഉണ്ടാകുന്നത് PM ശ്രീയിലൂടെ ഉണ്ടായി എന്നതൊക്കെ ഇരിക്കെ, അത് വാസ്തവമായിരിക്കെ കേരളത്തിലെ, അതായത് സംസ്ഥാനത്തെ കുട്ടികളോടും വിദ്യാർത്ഥികളോടും അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റുകളോടും അധ്യാപകരോടും അടക്കം അടുത്ത അവഗണന അല്ലെങ്കിൽ ആണ് ഈ നടപടിയിലൂടെ അല്ലെങ്കിൽ നിലപാടിലൂടെ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും കാണിക്കുന്നതെന്ന് വേണം. എല്ലാത്തിലും രാഷ്ട്രീയം കലർത്തുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം അത് എന്തിനാണ്? രാജ്യത്തിൻ്റെ നല്ല പദ്ധതികൾ, രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, നമ്മുടെ പുതിയ തലമുറകൾക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ആർജവത്തോടു കൂടി കൊണ്ടുവരുന്ന പദ്ധതികളോട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എന്തിനാണ് കണ്ണടയ്ക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും ഈ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള CPI നേതാക്കൾ നാളെ ചരിത്രത്തിൻ്റെ വിലയിരുത്തലിന് വിധേയമാകും എന്ന വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ കൂടി ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്.